ഞങ്ങള് കൂട്ടുകാരാ. ചേട്ടൻ കാര്യം മനസ്സിലാക്കി. ഞാൻ നിന്നോട് മാന്യമായിട്ട് പറഞ്ഞ അല്ല, ഇതിനോട് എന്ന് ഓരോ ചോദ്യങ്ങൾ പറയാൻ താല്പര്യം പറയണ്ടേ പറഞ്ഞില്ല. ഇവരോട് ഞാൻ പറഞ്ഞ പോടാ പോടാന്നുള്ളത്. മയക്കുന്നതൊക്കെ പോട്ടോ. ചേട്ടാ ചേച്ചി വിളിച്ചോണ്ട് വന്നു. ഈ പരിപാടിയോട് കേട്ടോ. ചേട്ടാ ഒരു സ്ട്രേഞ്ചർ ആയിട്ട് ഒരു വ്യക്തി ചേട്ടനോട് സെക്സിന് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ എന്ത് മറുപടി അറിയും കൊടുക്കുക? ആണാണോ പെണ്ണാണോ? അല്ല ഈ കാലം കണ്ട് ചോദിച്ചതാ. ആണായാലും പെണ്ണായി കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാ? സ്ട്രേഞ്ചർ ആയിട്ട് ഒരു പെൺകുട്ടി വന്നിട്ട് അങ്ങനെ ചോദിച്ചാൽ ഞാൻ ചെയ്യത്തില്ല. നമുക്ക് സംശയം തോന്നും. ചിലപ്പോ എയ്ഡ്സ് ഉള്ള ആളാണെങ്കിലോ പരത്തം നടക്കുന്നതാണല്ലോ, അതൊക്കെ പറയാൻ പറ്റത്തില്ലല്ലോ. ഏത് രീതിയിലാണ് ഇപ്പോഴത്തെ കാലഘട്ടം നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഒരു പെട്ടെന്നൊരു നമുക്ക് മുൻപരിചയമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ചോദിക്കാൻ നമുക്ക് ഒരുപാട് സംശയങ്ങൾ തോന്നത്തില്ല. അതിന് അത് പേടിയാ. അവര് ആണാണെങ്കിലോ? ആണ്, ഞാൻ അങ്ങനത്തെ ആളല്ലല്ലോ. എങ്ങനെ മറുപടി കൊടുക്കും? അപ്പൊ എനിക്ക് താല്പര്യം ഇല്ലെന്ന് പറയും. ആൾക്കാർക്ക് വഴിയെടുക്കണ്ടേ? ഞാൻ ഇച്ചിരി പോയിട്ട് പോയതല്ലേ? ഞാൻ പറഞ്ഞില്ല, അങ്ങോട്ട് പറഞ്ഞിട്ട് പോയല്ലേ? ഇയാളെ പരിപാടി നിർത്തി പോകുമ്പോഴേ ഞങ്ങൾ തീർക്കണ്ടേ? എന്നാ ആൾക്കാർ പോണല്ലോ. ആൾക്കാരുടെ എന്തോടെല്ലാം ഞങ്ങള് പറഞ്ഞേ. അല്ല, ഇതുകൂട്ട് പരിപാടി ഇവിടെ വെച്ചാണ് പറഞ്ഞത്. എപ്പോഴും അവര് ചെയ്യുന്ന ചേട്ടനെല്ലാം പ്രശ്നം. ഇവിടെ പരിപാടി നടക്കണേ. ഇതന്നെ കുഴലൊക്കെ വെച്ചത് മൈക്കെന്ന് പറയും. എന്ത് മൈക്ക്? ഈ പരിപാടി നടക്കത്തില്ല കാര്യം ഞാൻ പറയാം. യൂട്യൂബ് ചാനൽ എനിക്ക് പ്രശ്നമില്ല. ചേട്ടന് മുന്നിൽ അതല്ല, ഈ മൈക്കും കാര്യങ്ങളും പരിപാടി പാടില്ല. ഇയാളെ ഈ സാധനമൊക്കെ വെച്ചിട്ടുള്ള കാര്യമുണ്ട്. കുടലും പിടിച്ച് ചേട്ടൻ വെള്ളം അടിച്ച വയറ്റി കയറാം. ചേട്ടൻ വീട്ടിൽ ഞാൻ അവിടെ പോയപ്പോഴും വീണ്ടും ഇത് കേട്ടെ. ചേട്ടന് മുന്നിലത്തെ ക്യാമറ അല്ല, ഇതിനോട് എന്ന് പോയാലും ഓരോ ചോദ്യങ്ങൾ പറയാൻ താല്പര്യം പറയണ്ടേ? പറഞ്ഞില്ല. ഇവരോട് ഞാൻ പറഞ്ഞ പോടാ പോടാന്നുള്ളത്. ചേച്ചി മയക്കുന്നതൊക്കെ പോട്ടോ. ചേട്ടാ ചേച്ചി വിളിച്ചോണ്ട് വന്നു. ഇടി മേടിക്കും. ഈ പരിപാടിയോട് കേട്ടോ. ആൾക്കാര് വിടറാ. ചേട്ടൻ വല്ല വീട്ടിട്ട് പോകും. കൊന്നു പറഞ്ഞു കേട്ടോ. ഞങ്ങള് കൂട്ടുകാരാ. ചേട്ടൻ കാര്യം മനസ്സിലാക്കി. ഞാൻ നിന്നോട് മാന്യമായിട്ട് പറഞ്ഞ ഈ പരിപാടി ഇവിടെ നടക്കില്ല. പറഞ്ഞല്ലേ? വീട്ടിൽ ഷോ നടക്കാൻ വീട്ടിൽ പോകുന്നു. ഷോ ഉണ്ടാക്കാൻ പറ്റൂല. ഈ ബായിക്ക് മിണ്ടാൻ നിങ്ങൾ പോലീസാണ്. നിങ്ങൾ പോലീസാണ്. നിങ്ങൾ പോലീസാണ്. ഈ പരിപാടിയൊക്കെ എതിർക്കണം. മനസ്സിലായോ? എതിർക്കണം കേട്ടോ. വിളിച്ചോണ്ട് ഞങ്ങള് പിടിക്കാൻ പെരുമാറാം. വീട്ടിലോട്ട് ഞാൻ പറയാം, വീട്ടിൽ പരിപാടി ഇവിടെ നടക്കണേ. അതല്ലാതെ നിങ്ങൾക്ക് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ വന്നായി ഇവിടെ എന്താ അറിയാനുള്ള എവിടെയുള്ള ചേച്ചി വിളിച്ചോണ്ട് കയ്യിൽ നിന്ന് നല്ല ഇടി മേടിക്കും. ചേട്ടൻ പോടാ പോലെ വീട്ടിൽ പോന്നു. ചേച്ചി വിളിച്ചോണ്ട് പോയാ. ചേച്ചി ഒന്ന് വിളിച്ചോണ്ട് പോയിനെ. ഒരു കാര്യം പറയണ്ട, അയാള് പോടുന്നു. ചേച്ചി വിളിച്ചോണ്ട് പോകും.